എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ മനോരമ ചെയ്യുന്ന എല്ലാ കള്ളക്കളികളും തെളിവ് സഹിതം നമ്മുടെ ശ്രുതി തെളിയിക്കുകയാണ്. മനോരമ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. ഇന്നത്തെ അടിപൊളി റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയെങ്കിലും പ്രീതിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർത്ത് പ്രീതിയെ എന്നേക്കുമായിട്ട് ആകാശിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ് മനോരമ കരുതുന്നത്. പ്രീതി ചെയ്യാത്ത കാര്യം ചെയ്തു വെക്കുക, അതുപോലെ ചെയ്ത കാര്യങ്ങള് വീണ്ടും പഴയതുപോലെ ആക്കി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പ്രീതിയാകെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. എന്തൊക്കെയോ മറവിയുടെ അസുഖം പ്രീതിക്കുണ്ടെന്ന് പ്രീതിയെ തന്നെ ബോധ്യപ്പെടുത്തുവാണ്. അങ്ങനെ ഇരിക്കെയാണ് പൊടിച്ചു കൊണ്ടുവന്ന അരിപ്പൊടിയും മുളക് പൊടിയും അവിടെ ജോലി അന്വേഷിച്ച് വന്ന ഒരു സ്ത്രീക്ക് എടുത്തു കൊടുക്കുന്നത്. അത് മനോരമ പറഞ്ഞിട്ട് തന്നെ വന്നതായിരിക്കും കേട്ടോ. എന്നാ പ്രീതി ഇതെല്ലാം പൊടിച്ചു കൊണ്ടുവന്നതാ. മനോരമ വന്ന് ചോദിക്കുന്ന സമയത്ത് ആ പാത്രത്തില് അരിയും മുളക് പൊടിക്കാനുള്ളതൊക്കെ തന്നെ ആയിരിക്കും. ഇത് കണ്ട് മനോരമ ദേഷ്യപ്പെടുന്നുണ്ട് പ്രീതിയുടെ അടുത്ത്. അത് ആന്റി, ഞാനിത് പൊടിപ്പിച്ചു കൊണ്ടുവന്നതാ. എന്നിട്ടാണോ ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നേ? ഇനി ഇവിടെ വല്ല ഭൂതമുണ്ടോ? നീ പൊടിപ്പിച്ചു കൊണ്ടുവരുന്ന പൊടി അത് പഴയ രീതിക്ക് തന്നെ ആക്കാനായിട്ട് നീ എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടുന്നത്? എന്തായാലും ഇത് ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാ നീ ഇതുപോലൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നും പറഞ്ഞ് ആ പാത്രം എടുത്ത് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മനോരമേ, നിനക്ക് എന്താ പ്രശ്നം? അമ്മ ഇതൊന്ന് കാണ്. ഇവളെ ഇത് പൊടിപ്പിക്കാനായിട്ട് കൊണ്ടുപോയതാ. പൊടിപ്പിച്ചു കൊണ്ടുവന്നൂന്നാ ഇവള് പറയുന്നേ. പക്ഷേ ഇത് പൊടിച്ചോ? അമ്മ ഒന്ന് നോക്ക്. ഇതാണോ മനോരമേ ഇത്ര വലിയ പ്രശ്നം? അത് നീ എന്തിനാ ഇത്ര ഒരു പ്രശ്നമാക്കി എടുക്കുന്നേ? അവള് മറന്നുപോയതായിരിക്കും. അവള് പറയുന്നതേ ഇത് ഞാൻ പൊടിപ്പിച്ചു കൊണ്ടുവന്നതാണെന്നാ. പിന്നെ എങ്ങനെയാ ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നേ? ഇവൾക്കേ ഭ്രാന്ത അമ്മേ, അതുകൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാ ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതിയുടെ അച്ഛനും അമ്മയും അമ്മായിയും ഒക്കെ വരുന്നുണ്ട്. ഇവരെ കാണുന്നതും പ്രീതി കരഞ്ഞുകൊണ്ട് അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ മോളെ, മോൾ എന്തിനാ കരയുന്നേ? അച്ഛാ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. രാധ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾ എന്തിനാ കരയുന്നേ? എന്താ കാര്യം പറ എന്നൊക്കെ. ഇവൾ ഇനിയും ഇവിടെ നിന്നാലേ നമ്മളെല്ലാവരെയും കൊല്ലും. മനോരമേ, നീ ഒന്ന് വായ അടക്കി വെക്കുന്നുണ്ടോ? എന്ത് പ്രശ്നത്തിന്റെ കാര്യ നിങ്ങൾ പറയുന്നേ എന്ന് പ്രീതിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഓ, നിങ്ങളുടെ മകൾക്കേ ഭ്രാന്താ, അക്കാര്യം പറഞ്ഞതാ. അവൾക്ക് ഭ്രാന്തോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? അവളിവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാനായതുകൊണ്ടാ അവളെ ഇപ്പോഴും ഇവിടെ നിർത്തുന്നേ. അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഇവിടുന്ന് അടിച്ചിറക്കിയേനെ. അതിനു മാത്രം എന്റെ മോളെ എന്താ ചെയ്തത്? അങ്ങനെ പ്രീതി കരയുന്നത് കണ്ട് ആകാശം വരുന്നുണ്ട്. എന്താ പ്രീതി, എന്താ കാര്യം? പറ പ്രീതി, എന്താ കാര്യം? നിന്റെ ഭാര്യയ്ക്ക് മുഴുത്ത ഭ്രാന്താ, അത് തന്നെയാ പറഞ്ഞത്. ഇവളീ പൊടികളെല്ലാം പൊടിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചതാ. ഇത് അതേപടി തന്നെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ ഇവിടെ ഇതുപോലെ നടക്കുന്നെന്നറിയോ? അലക്കിയ തുണി വീണ്ടും വാഷിംഗ് മെഷീനിലിട്ട് അലക്കുക, ആഹാരം ഉണ്ടാക്കി വെച്ചെന്നും പറഞ്ഞ് എല്ലാവരെയും വിളിക്കുക. എന്നാ ആഹാരം അവൾ ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരിക്കില്ല. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്? രാധ മനോരമയോട് പറയുന്നുണ്ട്, മനോരമേ, നിനക്ക് എന്റെ മോളെ ഇഷ്ടമല്ല എന്നൊക്കെ അറിയാം. എന്ന് കരുതിയിട്ട് അവളെ ഇങ്ങനെയൊന്നും പറയരുത്. എന്ത് ജോലിയാണെങ്കിലും അത് പക്വതയോടുകൂടി ചെയ്യുന്നവളാ എന്റെ പ്രീതി. നീ വെറുതെ മോശമായിട്ട് സംസാരിക്കരുത്. ശരി, എനിക്ക് നിങ്ങളുടെ മോളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. എന്നാ പറയട്ടെ, അമ്മ പറയട്ടെ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന്. മുത്തശ്ശിക്ക് നിങ്ങളുടെ മക്കളെ ഒരുപാട് ഇഷ്ടമല്ലേ? അപ്പൊ പിന്നെ മുത്തശ്ശി കള്ളം പറയില്ലല്ലോ. അതുകൊണ്ട് അമ്മ പറയട്ടെ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ, പ്രീതിക്ക് ഇടയ്ക്കിങ്ങനെ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു ഡോക്ടറെ കാണിച്ചാ അതൊക്കെ ശരിയാവുന്നതേ ഉള്ളൂ. ആകാശം പറയുന്നുണ്ട്, പ്രീതി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാനാ അത് സീരിയസ് ആയി എടുക്കാതിരുന്നത്. എന്തായാലും എൻ്റെ തെറ്റാ. നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് ആകാശം പറയാം. പ്രീതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടാ നിൽക്കുന്നത്. എന്നാ ശ്രുതി ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാ ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത്രയൊക്കെ നടന്നിട്ടും ശ്രുതി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇനിയിപ്പോ ഇവളെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കോ എന്ന് ശ്യാം ചിന്തിക്കാം. അശ്വിന് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നേ, എന്താ പ്രശ്നമെന്ന്. അങ്ങനെ കാര്യങ്ങളെല്ലാം അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇങ്ങനൊരു ഭ്രാന്തിയാണല്ലോ എന്റെ മോന് ഭാര്യയായിട്ട് കിട്ടിയത്. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായതാണോ? കല്യാണത്തിന് മുൻപേയും ഇങ്ങനെ തന്നെയായിരുന്നോ? നിങ്ങളെല്ലാവരും ചേർന്ന് എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചതാണോ എന്നൊക്കെ മനോരമ ചോദിക്കാം. ദേഷ്യത്തോടു കൂടി അലറി വിളിക്കുന്നുണ്ട് പ്രീതി. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി തുടങ്ങിയിട്ട്. ശരിയാ, എനിക്ക് ഭ്രാന്താ. ചെയ്ത കാര്യങ്ങള് ചെയ്തില്ല എന്ന് തോന്നാ, ചെയ്തില്ലാത്ത കാര്യങ്ങള് ചെയ്തെന്ന് തോന്നാ. അങ്ങനെ പല കാര്യങ്ങളോ എന്റെ തലയിലൂടെ പോകുന്നത്. എനിക്ക് ഭ്രാന്ത് തന്നെയാ എന്ന് കരുതി എന്റെ വീട്ടുകാരെയോ എന്നെയൊന്നും കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇവിടെ നിൽക്കാനും പോകുന്നില്ല.
അങ്ങനെ വഴിക്ക് വാടി, ഇത് തന്നെയാ നിന്റെ വായി നിന്നേ എനിക്ക് കേൾക്കേണ്ടിയിരുന്നത് എന്ന് മനോരമ പറയുന്നുണ്ട്. മനോരമയുടെ ഈ പ്രകടനെല്ലാം കണ്ട് ശ്രുതി കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മനോരമയുടെ അടുത്തോട്ട്. ആഹാ, ആന്റിയുടെ കഴിഞ്ഞോ? ഞാനേ ഇത് കഴിയാനായിട്ട് കാത്തു നിൽക്ക. ഇപ്പൊ ആന്റിക്ക് സമാധാനമായല്ലോ. എത്ര നന്നായിട്ട് അഭിനയിക്കുന്നേ, വല്ലാത്ത അഭിനയം തന്നെയാ. എന്താടി, നീ എന്നെ കളിയാക്കുവാണോ? നിനക്കും നിന്റെ ചേച്ചിക്കും ഭ്രാന്താണോ? അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്താ. സമ്മതിച്ചു. ആന്റിക്ക് ഭ്രാന്തില്ലല്ലോ, അത് ഞാനിപ്പോ തെളിയിച്ചു തരാം. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ ചേച്ചി പൊടിപ്പിച്ചു കൊണ്ടുവന്ന പൊടികളെല്ലാം എങ്ങനെയാ ഇങ്ങനെ മാറിയത്? അതാ എനിക്ക് അറിയാത്തത്. എടി, നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാനാണോ ഇതൊക്കെ മാറ്റിവെച്ചെന്നാണോ? ഞാൻ ഇത്ര പറഞ്ഞപ്പോഴേക്കും ആന്റിയുടെ മുഖമൊക്കെ ഒന്ന് മാറിയല്ലോ. ആന്റിക്ക് ടെൻഷൻ ആവുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാ എന്റെ ചേച്ചി ഇല്ലാത്ത കാര്യത്തിന് ഇതുപോലെ നിൽക്കുമ്പോൾ എന്റെ ചേച്ചിക്കും എന്റെ വീട്ടുകാർക്കും വരുന്ന മാനസികാവസ്ഥ. എന്തായാലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ശ്രുതി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പ്രീതി പൊടിച്ചു കൊണ്ടുവരുന്ന പൊടി ഒരു സ്ത്രീക്ക് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ആ കവറുമായിട്ട് ശ്രുതി വരുക. ഇത് കണ്ട് ഞെട്ടിയാണ് മനോരമ നിൽക്കുന്നത്. കൂട്ടത്തില് ആ സ്ത്രീയെയും വിളിക്കുന്നുണ്ട്. ഇതാ എന്റെ ചേച്ചി പൊടിപ്പിച്ചു കൊണ്ടുവന്ന പൊടി. അതുപോലുള്ള പാത്രത്തില് ഇതുപോലെ അരിയും മുളകും ആക്കി വെച്ചത് ഇതാ ഈ ആന്റി തന്നെയാ. അതിനുള്ള തെളിവും എന്റെ കയ്യിലുണ്ട്. ജോലി അന്വേഷിച്ച് വന്ന ആ പെൺകുട്ടിയെ ശ്രുതി വിളിക്കുക. ഇവരെ കാണുന്നതും മനോരമ പേടിച്ച് വരയ്ക്കുന്നുണ്ട്. ഇതാ ഇവരുടെ കയ്യിലാ ഈ പൊടി ആന്റി ഏൽപ്പിച്ചത്. അത് പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു വന്നതാ. അപ്പൊ ഞാൻ കുറച്ച് പൊടികളൊക്കെ എടുത്തു കൊടുത്തു. ചിലപ്പോ എനിക്ക് മാറിപ്പോയതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പാത്രത്തിലല്ലേ പൊടിച്ചതും പൊടിക്കാത്തതും വെച്ചിരിക്കുന്നേ. അപ്പൊ ആന്റി അറിയാതെ ചെയ്തതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ തെളിവ് തരാം. അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു വരുന്നുണ്ട്. ഫോൺ റെക്കോർഡിലായിരിക്കും. അതിലെ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേശപ്പുറത്ത് വെച്ച് പാത്രങ്ങൾ തമ്മിൽ മാറ്റുന്നതെല്ലാം അതിൽ റെക്കോർഡായിരിക്കും. എല്ലാവരും കണ്ട് ഞെട്ടുന്നുണ്ട്. നാണമുണ്ടോ നിനക്ക് ക്യാമറയൊക്കെ അവിടെ ഇവിടെയും വെക്കാൻ? ആരും കാണാതെ ഒളിക്യാമറയൊക്കെ വെക്കുന്നത് നിന്റെ ശീലമാണോ എന്ന് മനോരമ ചോദിക്കാം. അതിന് ഞാൻ അടുക്കളയിലല്ലേ വെച്ചത്, വേറെ എവിടെയല്ലല്ലോ. ഞാനിത് വെക്കാൻ കാരണം തന്നെ എന്റെ ചേച്ചി ആലോചിച്ചിട്ടാ. ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ സങ്കടം പറഞ്ഞപ്പോ ഇതിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇപ്പൊ എല്ലാവരും കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളല്ല ഇത് മാറ്റിവെച്ചേന്ന്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. വീണ്ടും 2-3 സ്ത്രീകളെ വിളിക്കുന്നുണ്ട്. അവരെ കണ്ടും മനോരമ ഞെട്ടുന്നുണ്ട്. പ്രീതിയെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അമ്പലത്തിലും കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കി കാണും. തൊഴുതു കഴിഞ്ഞ് അമ്പലത്തിൽ ഇരിക്കാൻ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ആ സ്ത്രീകൾ പറയുന്നുണ്ട്, അല്ല ഇയാൾ പിന്നെയും ഇങ്ങോട്ട് വന്നോ? വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് പോയതല്ലേ? ഞാൻ ഇവിടെ വന്നിരുന്നിരുന്നോ? ആ, കുറച്ചു മുൻപേ ഇയാൾ ഇവിടെ വന്നിരുന്ന് ഞങ്ങളോട് സംസാരിച്ചാണല്ലോ. അങ്ങനെ പൈസ കൊടുത്ത് ഓരോ കാര്യങ്ങളും മനോരമ ചെയ്തിരുന്നു. ആ സ്ത്രീകളെല്ലാം അങ്ങോട്ട് വരുക. അവരും സത്യങ്ങളെല്ലാം ഏറ്റു പറയുന്നുണ്ട്. അതോടുകൂടി മനോരമയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തത് എൻ്റെ ചേച്ചിയെ വെറും ഒരു ഭ്രാന്തിയാക്കാനായിട്ടാ. അതിനു വേണ്ടിയിട്ടാ ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെ, ശ്രുതി പറയുന്നത് ശരിയാ. ഞങ്ങളെ കൊണ്ട് പൈസ തന്നിട്ടാ ഇതൊക്കെ ചെയ്തത്. എന്നാ അതിൽ ഞങ്ങൾക്കിപ്പോൾ വല്ലാത്ത കുറ്റബോധമുണ്ട്. ശ്രുതി വന്ന് ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞങ്ങൾ കാരണം ഇല്ലാതായല്ലോ എന്നൊക്കെ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ടാ ശ്രുതി വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന പൈസ. ഈ പൈസ ഇനി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അതെല്ലാം മനോരമയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ആകെ ദേഷ്യത്തിലാണ് ആകാശും അതുപോലെ അശ്വിനും മുത്തശ്ശിയും ഒക്കെ നിൽക്കുന്നത്. അഞ്ജലിയാണെങ്കിൽ വയ്യാത്ത കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാ അഞ്ജലിയെ കാണാത്തത്. എന്നാ മനോരമ ഇങ്ങനെ പേടിച്ച് വരച്ചു നിൽക്കുക. ശ്യാം ചിന്തിക്കുന്നുണ്ട്, ആൻറ്റി ഇതിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ദയവ് ചെയ്ത് എൻ്റെ പേര് പറയല്ലേ എന്നിങ്ങനെ മനസ്സ് പറയാണ് ശ്യാം.